ഈജിപ്തിലെ പിരമിഡും താജ്മഹാലും പോലെ തന്നെ പട്ടേലിന്റെ പ്രതിമയും ടൂറിസം വളർത്തുമെന്നും വികസനം കൊണ്ടുവരുമെന്നുമുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രസ്താവന കണ്ടു. പ്രതിമ നിർമ്മാണത്തെ വിമർശിക്കുന്ന അന്തംകമ്മികൾക്കുള്ള മറുപടി എന്ന കുറിപ്പോടെ BJP അനുകൂലികൾ ഈ വീഡിയോ ആവേശത്തോടെ ഷെയർ ചെയ്യുന്നുണ്ട്. കക്കാതെ ഇരുന്നാലും മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റിൽ റിട്ടേൺ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ വിഷനും മിഷനുമുള്ള സർക്കാരുകൾ അത്തരം പ്രതിമകളും മ്യൂസിയങ്ങളും നിർമ്മിക്കുന്നത് കൂടുതൽ വികസനം കൊണ്ടുവരുമെന്നും പ്രതിമ മൂലം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടായി എന്നും അവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയ ചെലവും അതിന്റെ പലിശയുമെല്ലാം കാലക്രമത്തിൽ ഈസിയായി തിരിച്ചു ലഭിക്കുമെന്നും നിരവധി ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ലോജിക് പ്രതിമ നിർമ്മാണം തൊട്ട് സർക്കാർ ചെയ്യുന്ന പല ഇന്റർവെൻഷൻസും ന്യായീകരിക്കാൻ വേണ്ടിയുള്ള വെറും ന്യായവൈകല്യം മാത്രമാണ്. ഇതിനെ ബ്രോക്കൺ വിൻഡോ ഫാലസി എന്ന് പറയും. ഒരു പൊട്ടിയ ജനാല മാറ്റിവെച്ചാൽ അതുവഴി ജനാല മാറ്റിവെക്കുന്ന ആളിന് ജോലി ലഭിക്കും. അയാൾക്ക് കിട്ടുന്ന ശമ്പളം അയാൾ ചിലവഴിച്ചാൽ മറ്റൊരാൾക്ക് അവിടെ കച്ചവടം ഉണ്ടാകും. അങ്ങനെ കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റികൾ സമ്പദ് വ്യവസ്ഥയിൽ നടക്കും. അതുകൊണ്ട് തന്നെ ജനാല പൊട്ടിയത് ഒരു നല്ല കാര്യമാണ്. ഇതാണ് പൊട്ടിയ ജനാലവാദം അഥവാ ബ്രോക്കൺ വിൻഡോ ഫാലസി. ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയാണ് എന്ന് തോന്നും. പക്ഷേ ഇവിടെ പൊട്ടിയ ജനാല മാറ്റിവെക്കുന്ന ആളിന്റെ കയ്യിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച പണം കുറയുന്നതും അതുവഴി അയാൾ ആ പണം ചിലവ് ചെയ്യുമായിരുന്ന സ്ഥലത്തുള്ള മറ്റൊരു വ്യക്തിക്ക് കച്ചവടം കുറയുന്നതും അത് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമായിരുന്ന മറ്റ് എക്കണോമിക് ആക്ടിവിറ്റികൾ ഇല്ലാതെ ആക്കി എന്നതൊന്നും ഈ വാദം ഉന്നയിക്കുന്നവർ പരിഗണിക്കുന്നില്ല. സർക്കാരുകൾ പ്രതിമയും പിരമിഡും ഉണ്ടാക്കിയാൽ അത് വികസനം കൊണ്ടുവരും എന്ന വാദവും പൊട്ടിയ ജനാലവാദം പോലെ തന്നെ അസംബന്ധമാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കണക്കുകളിൽ കാണിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സർക്കാരിന് പ്രൊഡക്റ്റീവായി യാതൊരു വികസനവും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഒരു സ്ഥലത്ത് നിന്ന് സമ്പത്തെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പുനർവിതരണം ചെയ്യാൻ മാത്രമേ സർക്കാരിന് കഴിയുകയുള്ളൂ. അല്ലാതെ യാതൊരു മാജിക്കും സർക്കാരിന്റെ കയ്യിലില്ല. പട്ടേൽ പ്രതിമ എന്നല്ല, സർക്കാരുകൾ നടത്തുന്ന എന്ത് ഇൻവെസ്റ്റ്മെന്റിനെയും അവരവരുടെ ബയാസിനനുസരിച്ച് സെലക്റ്റീവായി ഡാറ്റ എടുത്തുകൊണ്ടുവന്ന് അത് കാരണം ടൂറിസം ഡെവലപ്ഡ് ആയി എന്നും ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുമൊക്കെ ന്യായീകരിക്കാൻ കഴിയും. എന്നാൽ അത് ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. ഇത്തരം അനാലിസിസ് നടത്തുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾക്ക് പുറമെ കാണാതെ പോകുന്നതും കാണാൻ പറ്റാതെ പോകുന്നതുമായ സാധ്യതകളെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വെറും പ്രത്യക്ഷത്തിൽ കാണുന്ന ഡാറ്റ മാത്രം നോക്കിയാൽ തെറ്റായ നിഗമനത്തിൽ മാത്രമേ നമ്മൾ എത്തുകയുള്ളൂ. യു ഹാവ് ടു സീ ദ സീൻ, ദ അൺസീൻ ആസ് വെൽ ആസ് ദ അൺറിയലൈസ്ഡ്. ദ സീൻ: സർക്കാർ പ്രതിമയ്ക്ക് വേണ്ടി എത്ര ചിലവഴിച്ചു, എത്ര ROI കിട്ടി, അതിന്റെ ഭാഗമായി എന്തെല്ലാം വികസനം വന്നു എന്നതെല്ലാമാണ് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ചരിത്രം കുഴിക്കുമ്പോൾ നിർത്തുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം കുഴിച്ച് നിർത്തരുത്. ദ അൺസീൻ: പ്രതിമയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എടുത്ത ഡാറ്റ കൃത്യമാണോ? എല്ലാ ചിലവുകളും, അതായത് മെയിൻ്റനൻസ് ചിലവ്, അഡ്വർടൈസ്മെന്റ്, എംപ്ലോയി കോസ്റ്റ്, ഹിഡൻ ഓർ ഇൻഡയറക്ട് സബ്സിഡീസ്, ആക്സസിബിലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങിയവ പൂർണ്ണമായും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വരവുകൾ കൃത്യമാണോ? ROI ഉണ്ടായിട്ടും സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തെല്ലാം കാര്യങ്ങൾ, സർക്കാർ നിയന്ത്രണങ്ങൾ അതിന് കാരണമാകുന്നുണ്ട്? പ്രതിമയുടെ അനുബന്ധ വികസനങ്ങളിൽ ചില ആളുകൾക്ക് മാത്രം എക്സ്ട്രാ ഫേവറുകൾ എത്രത്തോളം ലഭിച്ചു? സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ടോ? അവിടെ അടുത്ത് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്തിപ്പിനായും എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട്? അതുമൂലമുള്ള അധിക ചിലവുകൾ എത്രത്തോളം? സർക്കാരിന്റെ പ്രൊജക്ട് ലാഭകരമാക്കാൻ മറ്റ് സിമിലർ സ്വകാര്യ സംരംഭങ്ങൾ വരുന്നത് തടയുന്ന അവസ്ഥ ഉണ്ടോ? ലാഭകരമാക്കി കാണിക്കുവാൻ വേണ്ടി അങ്ങോട്ട് കൂടുതൽ ട്രെയിനുകൾ, ബസ്സുകൾ, ഫ്ലൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു. ഇതൊക്കെ കൂടെ നോക്കണം. ഇവിടെയും തീർന്നില്ല. ദ അൺറിയലൈസ്ഡ്: ഈ പ്രതിമ പണിയാൻ വേണ്ടി ചിലവാക്കിയ കോടികൾ നികുതി വഴി സർക്കാർ നിർബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയും തന്നെ കോടികൾ ജനങ്ങൾക്ക് ചിലവഴിക്കാനുള്ള അവസരം നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണം ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന വികസനവും ജോലി സാധ്യതകളും മറ്റൊരിടത്ത് നഷ്ടമായിട്ടുണ്ട് എന്നതുകൂടെ നമുക്ക് കാണാൻ കഴിയണം. ഒപ്പം ഈ പ്രതിമ നിർമ്മിക്കാൻ വേണ്ടി പണിപ്പെട്ട ആളുകൾ എക്കണോമിയുടെ മറ്റൊരു ഭാഗത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള, അവർ സ്വമേധയാ പണം നൽകാൻ തയ്യാറുള്ള സാധന സേവനങ്ങൾ ഉണ്ടാക്കാനും അവരുടെ സമയവും ഊർജവും ചിലവഴിച്ചേനെ. പട്ടേലിന്റെ പ്രതിമ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് നോക്കാൻ ഇതെല്ലാം അനലൈസ് ചെയ്യണം. പ്രത്യക്ഷത്തിൽ കാണുന്ന ഷോർട്ട് ടൈം ബെനിഫിറ്റ്സ് മാത്രം നോക്കിയാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യപ്പെടില്ല. ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പണം എങ്ങനെ ചിലവഴിക്കപ്പെടുന്നു എന്നതിനെ പറ്റിയാണ്. പ്രധാനമായും 4 തരത്തിൽ നമുക്ക് പണം ചിലവഴിക്കാം. 1. നമ്മുടെ സ്വന്തം പണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാം. അവിടെ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, എത്രത്തോളം ചിലവഴിക്കുന്നു എന്നതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കും. 2. നമ്മുടെ പണം മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കാം. അവിടെ എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നത് നമുക്ക് അത്ര വിഷയമായിരിക്കില്ല. പകരം എത്ര ചിലവഴിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രധാന കൺസേൺ. 3. മറ്റുള്ളവരുടെ പണം നമുക്ക് വേണ്ടി ചിലവഴിക്കാം. ഇവിടെ എത്ര ചിലവാകുന്നു എന്നതിനെ പറ്റിയല്ല നമ്മുടെ കൺസേൺ. പകരം കൂടുതൽ ശ്രദ്ധ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നതിലായിരിക്കും. 4ാമത്തെ വഴി മറ്റൊരാളുടെ പണം വേറെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സാഹചര്യങ്ങളാണ്.
അവിടെ എത്ര ചിലവഴിക്കുന്നു എന്നോ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നോ കാര്യമായി നമുക്ക് യാതൊരു കൺസേണും ഉണ്ടാകില്ല. സർക്കാർ പണം ചിലവ് ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും സംബന്ധിച്ച് അവർ ചെയ്യുന്നത് നാലാമത്തെ വഴിയാണ്. അവർ സ്വന്തം പണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല ചിലവ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കാര്യക്ഷമതയില്ലായ്മയും കെടുകാര്യസ്ഥതയും കൂടെ കൺസിഡർ ചെയ്താൽ പട്ടേൽ പ്രതിമ സാധാരണ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളുടെയും തലക്കേറ്റ വലിയ ഒരു അടിയാണെന്ന് മനസ്സിലാകും. പട്ടേലിന്റെ ആരാധകർക്കും ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾക്കും മറ്റും വേറെ ചിലവുകൾ ചെയ്യുന്നതിനേക്കാൾ താല്പര്യം പട്ടേൽ പ്രതിമ അവിടെ വരുന്നതും അതുമൂലം അഭിമാനം കൊള്ളുന്നതും ആയിരിക്കും. പക്ഷേ അതിനുവേണ്ടി മറ്റുള്ളവർ നികുതി അടയ്ക്കണം എന്ന് പറയുന്നത് അപഹാസ്യകരമാണ്. വേണം എന്ന് തോന്നുന്നവർ തന്നെ അതിനുള്ള പണം കണ്ടെത്തുകയാണ് വേണ്ടത്. അത് വോർത്താണ് എന്ന് തോന്നുന്നവർക്ക് സ്വന്തം പണം ഇൻവെസ്റ്റ് ചെയ്തും ക്രൗഡ് ഫണ്ടിംഗ് വഴിയും തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ പണം കണ്ടെത്താൻ സാധിക്കും. ഈജിപ്തിലെ പിരമിഡും താജ്മഹലും ഒക്കെ ഉണ്ടായത് അന്നത്തെ കാലത്തെ ജനങ്ങളുടെ അധ്വാനമെല്ലാം രാജാവ് ബലം പ്രയോഗിച്ച് എടുത്ത് നിർമ്മിച്ചത് കൊണ്ടാണ്. അതിന്റെ പ്രയാസം അനുഭവിച്ചത് അന്നത്തെ ജനങ്ങളും അവരുടെ പിൻതലമുറകളുമാണ്. നമ്മൾ ഇപ്പോൾ വിശദീകരിച്ച ബ്രോക്കൺ വിൻഡോ ഫാലസി ഇവയ്ക്കും അപ്ലിക്കബിൾ ആണ്. അന്നത്തെ ജനങ്ങളുടെ സമ്പത്ത് അവിടുത്തെ രാജാവ് കൊള്ളയടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇവ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കാണാനും അനുഭവിക്കാനും താജ്മഹലോ ഈജിപ്തിലെ പിരമിഡോ ഉണ്ടാകില്ലായിരുന്നു എന്നതുകൊണ്ട് അന്ന് കൊള്ളയടിച്ചത് ഒരു നല്ല കാര്യം ആകുകയില്ല. അതുപോലെ തന്നെ ഭാവിയിലെ ജനങ്ങൾക്ക് താജ്മഹൽ പോലെ അഭിമാനിക്കാൻ വേണ്ടി ഇന്നത്തെ ജനങ്ങളെ പിഴിഞ്ഞ് പ്രതിമകൾ നിർമ്മിക്കുന്നതും നല്ല കാര്യമാകില്ല.